നമസ്കാരം. അമേരിക്ക ടുഡേയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ മെർലിൻ തോമസ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ്. നമ്മളെല്ലാം അത്ഭുതം അല്ലെങ്കിൽ വിസ്മയത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ ആരായിരിക്കുമെന്ന്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ഗോപിനാഥ് മുതുകാടാണ്. എന്താ പറയുക, കൊക്കക്കോളയും കെൻഡക്കി ചിക്കനും ആണോ സ്നേഹം? അല്ല, അതിലപ്പുറം എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കുന്നുണ്ടല്ലോ. അതിലേക്ക് മാത്രം വെറുതെ ഒരു തോന്നലുണ്ടായിരുന്നു മാത്രം. ഞാൻ തുറന്ന് പറഞ്ഞതാണ്. ഫാമിലിയെ പറ്റി പറഞ്ഞപ്പോഴാണ് സാറിൻ്റെ ഫാമിലി. എൻ്റെ ഭാര്യയുടെ പേര് കവിത എന്നാണ്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എൻ്റെ മോൻ്റെ പേര് വിസ്മയ് എന്നാണ്. അവൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അമ്മ, ജ്യേഷ്ഠന്മാർ, ചേച്ചിയൊക്കെ നിലമ്പൂരാണ്. ഞങ്ങളിപ്പോഴും നിലമ്പൂരുകാരാണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് ഞാൻ മാജിക് അക്കാഡമി ഉണ്ട്. അവിടെ അക്കാഡമിയുടെ പ്രവർത്തനമായിട്ട് തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയതാണ്. ഇപ്പം താമസിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്താണ്. അവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞില്ല, അതാണ് ഫാമിലി എന്ന് പറയുന്ന സപ്പോർട്ടിൽ. അതാണ് നല്ല ചോദ്യം. വീട് മാജിക് ആണെന്ന് വീട്ടിൽ മാജിക് ഇല്ല എന്നുള്ളതാണ്. ഞാൻ വേദിയിൽ മാത്രം മാജിക് കാണിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ ഒരിക്കലും മാജിക് കാണിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മാജിക് ഇല്ലാത്ത ജീവിതം അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പച്ച മനുഷ്യനാണ്. അപ്പോൾ അതിനപ്പുറം ഒരു ജാലവിദ്യയുടെ ലോകം വേണ്ട, ലൈഫിൽ വേണ്ട എന്നുള്ളതാണ്. സ്റ്റേജിൽ ഞാൻ നന്നായിട്ട് കള്ളം പറയാറുണ്ട് മാജിക്കിന് വേണ്ടിയിട്ട്. പക്ഷേ ജീവിതത്തിൽ ഞാൻ കള്ളം പറയാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെയൊക്കെ ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സാർ അക്കാഡമിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ അക്കാഡമിയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ? മാജിക് അക്കാഡമി തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത്. മലയാറ്റൂർ രാമകൃഷ്ണനാണ് മാജിക് അക്കാഡമി. മലയാറ്റൂർ രാമകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം IAS വലിച്ചെറിഞ്ഞ ഒരു ദിഷണാശാലിയായിരുന്നു. നമ്മുടെ സർക്കാർ സർവീസിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു. IAS കിട്ടിയിട്ട് ഗവൺമെൻറ് സെക്രട്ടറിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. പക്ഷേ അദ്ദേഹം എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്നു. വളരെ പ്രഗത്ഭമായിട്ട് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വേരുകൾ, അതുപോലെ തന്നെ 6-ാം വിരൽ എന്നൊക്കെ പറയുന്ന യന്ത്രം, മലയാറ്റൂരിൻ്റെ യന്ത്രമൊക്കെ വളരെ പ്രശസ്തമാണ്. മലയാറ്റൂർ സാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു മാജിക്കൽ മൈൻഡായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഞാൻ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ആദ്യം മാജിക് അക്കാഡമി എന്ന് പറയുന്ന സങ്കല്പം തരുന്നത്. അതിനുശേഷം ഇപ്പോൾ ONV സാറാണ് അതിൻ്റെ ചെയർമാൻ. ONV സാർ എന്ന് പറയുന്നത് ജ്ഞാനപീഠ ജേതാവാണ്. ഇപ്പോൾ പത്മവിഭൂഷൺ കിട്ടി. വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു കവിയാണ്, മലയാളത്തിൻ്റെ കവിയാണ്. എല്ലാവർക്കും മലയാളം അറിയുന്നവർക്ക് മുഴുവൻ അറിയാം. ONV സാറിനെ അറിയാത്തവരാരുമില്ല. ONV സാറാണ് നമ്മുടെ മാജിക് അക്കാഡമിയുടെ പാറ്റേണായിട്ട് പ്രവർത്തിക്കുന്നത്. ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അക്കാഡമി വളരെ ഒരു സയൻസിലൂടെ മാജിക് എന്താണെന്ന്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂപ്പർസ്റ്റിഷൻസിനെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സമൂഹം നമുക്ക് തരുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിന് നമുക്കിന്ന് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ത്യയിലൊക്കെ മുഴുവൻ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നടത്തുന്നൊരു സ്ഥാപനമാണ് മാജിക് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ മാജിക് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് കേരള യൂണിവേഴ്സിറ്റി മാജിക്കിൻ്റെ കോഴ്സ് ഏറ്റെടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്ന അടുത്ത കാലത്ത് അങ്ങനെ ഒരു വലിയ ഭാഗ്യം കൂടി ഞങ്ങൾക്ക് അക്കാഡമിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്, അവിടെ ടീച്ചേഴ്സ് ഉണ്ട്, അധ്യാപകർ. പ്രോഗ്രാം വൈസിലേക്കാണ്, ലൈക്ക് നമ്മൾ നഴ്സിംഗിന് പോകണമെങ്കിൽ 4 വർഷം അല്ലെങ്കിൽ ഇത് 3 വർഷത്തെ കോഴ്സാണ്. പക്ഷേ ആ കോഴ്സ് നമ്മൾ ഈവനിങ് മോർണിംഗ് ബാച്ചുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അമേരിക്കയിലൊക്കെ നിങ്ങൾക്കുള്ള ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് ക്രാഷ് കോഴ്സായിട്ട് ഈ കോഴ്സിന് ചേർന്ന് പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? 7 days അല്ലെങ്കിൽ ഒരു 1 month കോഴ്സായിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. മാജിക് പഠിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നതാണ്, കുട്ടികളോട് പറയുന്നതാണ്, മാജിക് പഠിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഒബ്സർവേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാജിക്കിൽ എപ്പോഴും ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, മനസ്സ് ഒരിടത്തെങ്കിൽ കണ്ണ് വേണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. Reflection Media, Houston, Texas. Professional people with latest professional equipments. We do high-definition videos and photography for weddings, engagement, birthday, baptism, and all other occasions in anywhere in US. Family portraits in affordable prices. Please call Khalid Talison, 832-476-8777. Reflection Media, Houston, Texas. Welcome back. മാജിക്കിൽ എപ്പോഴും ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, മനസ്സ് ഒരിടത്തെങ്കിൽ കണ്ണ് വേറൊരിടത്ത് എന്നുള്ളത് പറയാറുണ്ട്. നമ്മളെപ്പോഴും എല്ലാ ആർട്ടിനും മനസ്സും കണ്ണും ഒരുപോലെ പോകണമെന്നാണ് പറയുക. പക്ഷേ മാജിക്കിന് അങ്ങനെയല്ല. മാജിക്കിന് എവിടെയാണോ സൂത്രപ്പണി ചെയ്യുന്നത് അവിടത്തേക്ക് നമ്മുടെ കണ്ണ് പോകാൻ പാടില്ല. സൂത്രപ്പണി ചെയ്യുന്ന സ്ഥലത്തേക്ക് മനസ്സ് പോവുകയും, മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? അല്ലാത്ത സ്ഥലത്തേക്ക് കണ്ണ് പോവുകയും ചെയ്യേണ്ട ഒരു ആർട്ടാണ് മാജിക്. വളരെ ഡിഫിക്കൽട്ടാണ് പഠിക്കാൻ. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുവന്നതിന് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള വർക്കിലാണെങ്കിൽ പോലും 2 കാര്യങ്ങൾ ഒരു സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക പരുവപ്പെടുത്തൽ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ മാജിക് പഠിക്കുന്നത് നല്ലതാണ്. അമേരിക്കയിലെ കുട്ടികളൊക്കെ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് മാജിക് അക്കാഡമിയിൽ വരാം. അവിടുത്തെ കോഴ്സുകൾ, ക്രാഷ് കോഴ്സ് പോലെയുള്ള കോഴ്സുകളുണ്ട്. കോഴ്സിന് പങ്കെടുക്കാം. വളരെ നല്ലതാണത്.
സാർ ഒത്തിരി അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് മദ്യപാനത്തിനും മയക്കുമരുന്നത്തിനും ഒക്കെ. അപ്പോൾ മയക്കുമരുന്നിനും എതിരെ അതെ, മയക്കുമരുന്നിന് എതിരെ അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ മാജിക് എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ട പോലെ പ്രോഗ്രാമിനെ കണ്ട പോലെ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് കൊണ്ടുവന്ന് നടക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റേജിൽ നമ്മൾ പ്രോഗ്രാം നടത്തുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ പ്രോഗ്രാം നടത്തുന്നതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് അവരോട് പറയാനുള്ള ചില കാര്യങ്ങൾ മാജിക്കിലൂടെ പറയുന്നതാണ്. കാരണം മാജിക് നല്ലൊരു ടൂളാണ്, അതിന് ഭാഷയില്ല, വേഷമില്ല, ഏത് ഭാഷക്കാരനും മനസ്സിലാക്കാം മാജിക്, കാരണം അതൊരു വിഷ്വൽ ആർട്ടാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും പുകയില ഉൽപ്പന്നങ്ങൾക്കുമെതിരെ യാത്രകൾ നടത്തുന്നത്. സ്റ്റോപ്പ് സാഡ് എന്നാണ് അതിൻ്റെ പേര്, സ്റ്റോപ്പ് സ്മോക്കിംഗ് ആൽക്കഹോൾ ഡ്രഗ്സ്. കാരണം മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ തരുന്നത് സാഡാണ്, ദുഃഖം മാത്രമാണ്. അപ്പോൾ അതിനെതിരെയുള്ള അവയർനെസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്, നിരവധി തവണ നടത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ മദ്യം തൊട്ട് നോക്കിയിട്ടില്ല, ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല, ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല. അപ്പോൾ അതെനിക്ക് കുട്ടികളോട് പറയാൻ അല്ലെങ്കിൽ യുവതലമുറയോട് പറയാനുള്ള യോഗ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലുടനീളം യാത്രകൾ നടത്തിയിട്ടുണ്ട്. ആ യാത്രകൾ എപ്പോഴും ഭാരതത്തിൻ്റെ ദേശീയോദ്ഗ്രഥനം, ഇന്ത്യ എന്താണ് എന്ന് പറയുന്നത്. ഞാൻ പറയാം, ഏത് രാജ്യത്താണെങ്കിൽ പോലും ഞാൻ ഹൃദയം വിരിച്ച് പറയുകയാണ്, ഞാൻ എൻ്റെ രാജ്യത്തിന് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ ഒരു വല്ലാത്തൊരു വികാരമാണ് എനിക്ക്. ഏതൊക്കെ രാജ്യത്ത് പോയി കഴിഞ്ഞാലും, എത്രമാത്രം അഭിവൃദ്ധി കണ്ടു കഴിഞ്ഞാലും, എനിക്ക് നമ്മുടെ ആ ഇന്ത്യയുടെ മണ്ണിൻ്റെ മണം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സുഖം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ അനുഭവം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത്, അതിന് വളരെ വലുതായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയുടെ ഇത്രമാത്രം വൈവിധ്യങ്ങൾ, ഇത്രമാത്രം സംസ്കാരങ്ങൾ, ഇത്രമാത്രം വേഷങ്ങൾ, ഇത്രമാത്രം ഭാഷകൾ, ഇതിനെല്ലാം കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് മാത്രമാണ്. ഇപ്പോൾ ഈ അമേരിക്ക പോലെയുള്ള ഇത്രയും വലിയൊരു രാജ്യത്തിന് ഇത്രമാത്രം സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ഇത്രമാത്രം വൈവിധ്യങ്ങൾ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്ക പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം പവർഫുള്ളാണ് ഇന്ത്യ. അപ്പോൾ ആ ഒരു ദേശീയോദ്ഗ്രഥനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലൂടെയുള്ള യാത്ര നടത്താറുണ്ട്. അത്തരം യാത്രകൾ നടത്തുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, ഇത്തരം പരിപാടികൾ ചെയ്യുന്നതിനേക്കാൾ സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടം വരും. ഇതിന് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുമ്പോൾ അതിന് അത്രയും നഷ്ടം വരും. പക്ഷേ നഷ്ടമാണെങ്കിൽ പോലും മനസ്സിൻ്റെ ഒരു ഉല്ലാസം എന്ന് പറയുന്നത്, മനസ്സിൻ്റെ ലാഭം എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് ഞാൻ പലപ്പോഴും കണക്കാക്കാറുണ്ട്. വലിയ സന്തോഷം. ഈ പോയ യാത്രകളിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയ ഒരു യാത്ര അങ്ങനെയുണ്ട്? പോയ യാത്രകളിൽ ഏറ്റവും ഞങ്ങൾ 4 തവണ യാത്ര നടത്തി. ഒരു ഗാന്ധി മന്ത്ര എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, വിസ്മയ സ്വരാജ് യാത്ര എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ടുള്ളത് ഗാന്ധി മന്ത്ര എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ഐഡിയോളജീസ് സ്പ്രെഡ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഫ്ലാഗ് തന്ന് തുടങ്ങി വെച്ച പരിപാടി. ആ പരിപാടി അവസാനിപ്പിച്ചത് മൻമോഹൻ സിംഗിന് ഫ്ലാഗ് കൈമാറിക്കൊണ്ട് 4 മാസം ഭാരതത്തിലൂടെ യാത്ര ചെയ്യാൻ. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്, ഇറ്റ്സ് എ ടഫ് ജോബ്. കാരണം നമ്മൾ നോർത്ത് ഈസ്റ്റ് അറിയണ്ടാവില്ല മർലിന്, നമ്മുടെ നാഗാലാൻഡ് പോലെയുള്ള, ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ ദേശീയ പതാക പിടിച്ച് ഉയർത്തുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. കാരണം അവിടെ അങ്ങനെ സമ്മതിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് അമേരിക്കൻ ഫ്ലാഗ് എവിടെ വേണമെങ്കിലും കാണിക്കാം, പക്ഷേ നമുക്കവിടെ പറ്റില്ല. കാരണം ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്കെതിരെ പടപൊരുതുന്ന ഒരുപാട് തീവ്രവാദികളും വിഘടനവാദികളുണ്ട്. അവരിതൊന്നും സമ്മതിക്കില്ല, ദേശീയഗാനം ചൊല്ലാൻ സമ്മതിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ഇന്ത്യക്കാരുടെ അത്രമാത്രം പോപ്പുലേഷനാണ് ഇന്ത്യയിൽ. അപ്പോൾ ആ ഒരു രാജ്യത്ത് അങ്ങനൊരു എന്താ പറയുക കഷ്ടപ്പാടിലൂടെ ഞങ്ങൾ പെൺകുട്ടികളടക്കമുള്ള ഒരു സംഘം ഒരു സാധാരണ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്ത് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. ചിലപ്പോൾ ഞങ്ങൾ പലപ്പോഴും മടങ്ങി വരാൻ പോലും പറ്റില്ലെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. തീവ്രവാദത്തിൽ അല്ലെങ്കിൽ ടെററിസ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പം എല്ലാവരും ലോകം മൊത്തം പേടിച്ചിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ടെററിസം എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തുള്ള ഏറ്റവും വലിയ വിഷം, ഏറ്റവും വലിയ മാരകമായിട്ടുള്ള വിഷം എന്ന് പറയാം. കാരണം എനിക്ക് തോന്നുന്നത് ലോകത്തിൻ്റെ ഓരോ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കപ്പെടുന്നതും ഓരോ രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്ക് ഏറ്റവും കൂടുതൽ കടുത്ത വിഘാതമായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ളൊരു വിപത്താണ് ശരിക്കും ടെററിസം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭാരതത്തിലുണ്ട്. കാരണം നമുക്കിപ്പോൾ വിശ്വസിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ആ ഫ്ലൈറ്റിനെ ആക്രമിക്കും നമ്മൾ ഭയപ്പെടുന്നു. ഒരു ഹോട്ടലിലിരിക്കുന്ന സമയത്ത് ആ ഹോട്ടലിനെ തകർക്കും നമ്മൾ ഭയപ്പെടുന്നു. നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പട്ടണങ്ങളിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ഏത് നിമിഷവും നമ്മുടെ കാലിൻ്റെ അടിയിൽ പൊട്ടിത്തെറിക്കാമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി എന്നാണ് ചിന്തിക്കേണ്ടത്. അതിൻ്റെ ഒരു എന്താ പറയുക, തീവ്രവാദം എന്ന് പറയുന്ന സാധനം മാറ്റി സ്നേഹവാദം ആക്കി മാറ്റേണ്ടതുണ്ട്, അല്ലേ? ഈ തീവ്രമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആ തീവ്രമായിട്ടുള്ള വാദം, അതിനു പകരം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എനിക്ക് ഒരു ജാലവിദ്യക്കാരൻ എന്നുള്ള രീതിയിൽ പ്രതിവിധി, ഒരു മാജിക് ഒന്നും അതിനകത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നോട് ചോദിക്കുകയാണ് മാജിക് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു അമാനുഷികമായിട്ടുള്ള സിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ
സത്യം പറയാം, എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം തീവ്രവാദത്തിന് പകരം സ്നേഹവാദം എന്ന് പറയുന്നൊരു തീം ഉണ്ടാക്കി മാറ്റി ആളുകൾ പരസ്പരം ഇത്തരം ഒരു ആക്രമണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരസ്പരം സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. പക്ഷേ നടക്കാത്തൊരു കാര്യമാണ്, ഒരു ജാതിക്കാരന് സാധിക്കാത്തൊരു കാര്യമാണ്. ഗോപിച്ചേട്ടാ, ഇത്രയും തിരക്കേറിയ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ഗോപിച്ചേട്ടൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ ഭയങ്കര സന്തോഷിതരാണ്. കൈരളി TV-യുടെ വ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് താങ്ക്സ് പറയുന്നു. എനിക്കും വലിയ സന്തോഷമുണ്ട്. എല്ലാം തീർക്കുന്നതിന് മുന്നേ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഇവിടുത്തെ അമേരിക്കൻ മലയാളീസിന് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദൈവം ആയിട്ട് കണക്കാക്കുന്ന സ്നേഹത്തിനെയാണ്. അതിനപ്പുറം ഒരു അത്ഭുതം ഇല്ല, അതിനപ്പുറം ഒരു മാജിക് ഇല്ല. സ്നേഹം കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. നേടിയെടുക്കുന്ന പറഞ്ഞാൽ സ്നേഹത്തിലപ്പുറം വലിയൊരു മാജിക് ഇല്ല. ഞാൻ എപ്പോഴും സ്റ്റേജിൽ പോലും പറയാറുണ്ട്, ഈ രാമായണത്തിൽ ലക്ഷ്മണൻ സീതയോട് പറയുന്നൊരു വാക്കുണ്ട്, ഒരു ചരൽക്കല്ലിന് ഒരു തടാകത്തെ മുഴുവൻ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സ്നേഹം എന്ന പ്രതിഭാസത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കി മറിക്കുവാൻ സാധിക്കും എന്നുള്ളത്. കാരണം നമ്മളൊരു ചരൽക്കല്ല് ഒരു തടാകത്തിൻ്റെ നടുവിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിട്ടുണ്ടോ, തടാകത്തിൻ്റെ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ചരൽക്കല്ല് വീഴുന്ന സ്പോട്ടിൽ നിന്ന് അതിങ്ങനെ അലകളായിട്ട് അഡ്ജിലേക്ക് പോകും അല്ലേ? കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ തട്ടി പതുക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ പരസ്പരം സ്നേഹിക്കുക, ഇത് മാത്രമാണ് അമേരിക്കയിലായാലും മലയാളികൾ എവിടെയുണ്ടോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് വലിയ ഭാഗ്യം, മെർലിൻ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു. മെർലിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, വളരെ കാഷ്വലായിരുന്നു. അതുപോലെ തന്നെ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. അമേരിക്കയുടെ മലയാളികളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ മനസ്സിൽ ടച്ച് ചെയ്തുകൊണ്ടായിരുന്നു ചോദിച്ചത്. മെർലിൻ അവാർഡിൻ്റെ ഭാഗമായിട്ട് മെർലിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചൊരു ഭാഗ്യം. പ്രത്യേകിച്ച് കൈരളി എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഒരു ചാനലാണ്. കൈരളിയുടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ സാധിച്ചൊരു വലിയ ഭാഗ്യം, സന്തോഷം. അമേരിക്കൻ മലയാളികൾ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് സീരിയലുണ്ട്. അത് പലരും കണ്ടു കാണും, പക്ഷെ കാണാത്തവരും ഇനി കാണാതിരിക്കരുത്. ഒരു സൂപ്പർ ഹിറ്റ് സീരിയലാണ്, ഞാൻ കണ്ടു, എനിക്കിഷ്ടമായി. മല്ലുവാണ് താരം. മല്ലു എന്ന് പറഞ്ഞാൽ അറിയാലോ മലയാളികൾ, അപ്പോൾ മലയാളിയാണ് താരം. അപ്പോൾ അതിൽ ഏത് താരമാണെന്നുള്ളത് നിങ്ങൾ കാണാൻ മറക്കരുത് നിങ്ങളുടെ കൈരളി TV-യിൽ. മല്ലുവാണ് താരം.